जैसे अभिषेक है, उनका तबीयत खराब है, प्रभु उनको चंगा करें. ചില പ്രിയപ്പെട്ടവർ നമ്മുടെ ഇടയിൽ വന്നിട്ടില്ല. അഭിഷേകിന് ശാരീരിക സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു. സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക. श्रेयस ब्रदर भी कुछ उनकी मैंडेटरी ट्रेनिंग उनकी कंपनी की तरफ से है, 2 दिन का, उसके लिए गए हुए हैं. ശ്രേയസ് ബ്രദറും കമ്പനിയിലെ ട്രെയിനിങ്ങിന് വേണ്ടി. बुक ऑफ ज़फन्याह, സെഫന്യാവിന്റെ പുസ്തകം. हम जानते हैं कि पुराना नियम का 3 विभाजन है. പഴയ നിയമത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നതായി നമുക്കറിയാം. തോറ, നെബീം, കെതൂബീം. തോറ, നെബീം, കെതൂബീം ഇങ്ങനെ 3ആയി പഴയ നിയമത്തെ തിരിച്ചിരിക്കുന്നു. തോറ മാനെ ലോ, വ്യവസ്ഥ की किताबें. തോറ എന്നാൽ നിയമപുസ്തകങ്ങൾ. वो मूसा का व्यवस्था कहलाता है. മോശയുടെ ന്യായപ്രമാണം. दूसरा है नबीम, यानी भविष्यद्वक्ताओं की किताबें. രണ്ടാമത്തേത് നബീം എന്ന് പറയുന്നു, പ്രവാചക പുസ്തകങ്ങൾ. नबी हम जानते हैं वैसा ही है, इब्रानी में नबीम बोलते हैं. നബി എന്ന് നാം പറയുന്നത് എബ്രായ ഭാഷയിൽ നബീം എന്ന് പറയുന്നു. കെതൂബീം, ലിറ്ററേച്ചേഴ്സ്, റൈറ്റിംഗ്സ്. കെതൂബീം എന്ന് പറയുന്നത് എഴുത്തുകൾ. जैसे भजन संहिता और वो सारी चीजें उसमें आ जाता है. സങ്കീർത്തനങ്ങളെല്ലാം ആ ഒരു വിഭാജനത്തിൽ പെടുന്നു. वो 3 विभाजन है. प्रभु यीशु मसीह ने भी जो हमें बताया है लूका 24 का 44 में. ലൂക്കോസ് 24ന്റെ 44ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുവും അതേ കാര്യം നമ്മോട് പറയുന്നു. यीशु मसीह ने चेलों से कहा, യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, मूसा की व्यवस्था और भविष्यद्वक्ताओं, भजन की पुस्तकों में. This is the 3 division. മോശയുടെ ന്യായപ്രമാണം, സങ്കീർത്തനങ്ങൾ, പ്രവാചക പുസ്തകങ്ങൾ, ഈ 3ലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറയുകയുണ്ടായി. तो पुराने नियम का 3 विभाजन है. പഴയ നിയമത്തിന്റെ 3 വിഭജനങ്ങൾ. ये यहूदी बाइबल का विभाजन है. യഹൂദന്മാരുടെ ബൈബിളിന്റെ വിഭജനങ്ങളാണ് ഇത്. यहूदी बाइबल माने हमारे पुराने नियम ही है, നമ്മുടെ പഴയ നിയമം. हमको लेकिन 39 किताब है, उनको 24 है. നമുക്ക് 39 പുസ്തകം ഉണ്ടെങ്കിലും അവർക്ക് 24 പുസ്തകങ്ങളാണുള്ളത്. ये 39 किताबों को वे 24 में रखा है, बस उतना ही. 39 പുസ്തകങ്ങളെ അവർ 24ആയി വെച്ചിരിക്കുന്നു. किताब सब है, പുസ്തകങ്ങളെല്ലാം ഉണ്ട്, लेकिन कुछ किताबें एक साथ में जुड़े हैं. എന്നാൽ ചില പുസ്തകങ്ങളെ ഒരുമിച്ച് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് लेकिन हमें हमारी भाषा, वो मान इब्रानी भाषा के अलावा जो बाइबलों में इस प्रकार का विभाजन हम देखते हैं जैसे हमारी बाइबल में है. എബ്രായ ഭാഷയല്ലാത്ത ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തപ്പോൾ ഇങ്ങനെ പുസ്തകങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതായി കാണും. इसीलिए विभाजन भी उसमें कुछ और ज्यादा है. അതുകൊണ്ടാണ് അതില് അധ്യായങ്ങൾ കൂടുതലുള്ളത്, പുസ്തകങ്ങൾ കൂടുതലുള്ളത്. केतुबीम जो विभाग है उसको हमारी बाइबलों में और 2 कर दिया है. കെതൂബീം എന്ന വിഭജനത്തെ നമ്മുടെ ബൈബിളിൽ വീണ്ടും തരംതിരിച്ചിരുന്നു. उसमें हिस्टोरिकल बुक्स और पोएटिकल बुक्स करके राइटिंग्स को 2 भाग कर दिया कि कविता की किताबें और इतिहास की किताबें. അതിലെ ചരിത്ര പുസ്തകങ്ങളും സംഗീതങ്ങളുമായി 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. तो अय्यूब की किताब हो गया, भजन संहिता हो गया, जो श्रेष्ठ गीत हो गया, सभोपदेश, वो सब विस्डम लिटरेचर और ज्ञान देने वाली किताबें, पोएटिकल बुक्स, कविता की किताबें, इस प्रकार विभाजित किया है. ഇയ്യോബ്, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം ഇങ്ങനെയുള്ളതെല്ലാം സംഗീത പുസ്തകങ്ങളിൽ പെടുന്നു. तो मेरे कहने का मतलब हमारी बाइबल में जब आते हैं तो भविष्यद्वक्ताओं की किताब आखिरी में है. നമ്മുടെ ഭാഷയിലേക്ക് വരുമ്പോൾ പ്രവാചക പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അവസാനമാണ്. लेकिन देखा यीशु मसीह ने भविष्यवाणियों की किताबों को कौन सा भाग में रखा?
दूसरे भाग में। യേശുക്രിസ്തു പ്രവാചക പുസ്തകങ്ങളെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. लेकिन हमारे पुराने नियम में भविष्यद्वक्ताओं की किताब आखिरी में है। എന്നാൽ നമ്മുടെ പഴയ നിയമത്തിൽ പ്രവാചക പുസ്തകങ്ങൾ അവസാനമായി കൊടുത്തിരിക്കുന്നു. यशायाह से लेकर कहां तक? सबसे आखिरी किताब पुराना नियम का कौन सा है? मलाकी। यशायाह से मलाकी तक भविष्यद्वक्ताओं की किताब रखा गया है। യെശയ്യാവ് മുതൽ മലാഖി വരെ പ്രവാചക പുസ്തകങ്ങളായി വെച്ചിരിക്കുന്നു. उसमें यशायाह से लेकर यशायाह, यिर्मयाह, यहेजकेल और दानियेल वे मेजर प्रॉफिट्स, बड़े भविष्यद्वक्ताएं कहलाते हैं। യെശയ്യാ, യിരെമ്യാവ്, യെഹസ്കേൽ, ദാനിയേൽ എന്നത് വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലും, उसके बाद हम देखते हैं छोटे नबियों को, അതിനുശേഷമുള്ള പുസ്തകങ്ങളെല്ലാം ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലും എണ്ണപ്പെട്ടിരിക്കുന്നു. माइनर प्रॉफिट्स। ചെറിയ പ്രവാചകന്മാർ. उनमें से एक है, आज हमने पढ़ा सफन्याह का किताब। അതിലൊന്നാണ് നാം ഇന്ന് വായിച്ച സെഫന്യാവിന്റെ പുസ്തകം. यहूदी राजा होशिया के समय में इस नबी की सेवकाई था। യഹൂദയിലെ രാജാവായിരുന്ന യോശിയാവിന്റെ സമയത്താണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്. उस समय में उसका पहला पद को पढ़िए। അതിന്റെ ആദ്യത്തെ വാക്യം വായിക്കാം. पहला वचन, पहला अध्याय, पहला वचन। किसके समय में? कौन सा राजा के समय में? योशिया। यहूदा में या इस्राएल में? യഹൂദയിലെ രാജാവായിരുന്ന യോശിയാവിന്റെ കാലത്ത്. It falls in 640 to 609, 640 ईसा पूर्व 640 से 609 तक का समय था इस राजा का समय. യേശുക്രിസ്തുവിന് മുമ്പ് 640 മുതൽ 609 വരെയുള്ള സമയമാണ് ഈ പ്രവാചകന്റെ സമയം. 640 to 609. 640 മുതൽ 609 വരെയുള്ള സമയം. तो इस बीच में ये भविष्यद्वक्ता की सेवकाई हुआ. ഈ ഒരു കാലയളവിലാണ് ഈ പ്രവാചകന്റെ ശുശ്രൂഷ. उसमें परमेश्वर नबी के द्वारा कहता है कि परमेश्वर का प्रकोप और उस वजह से परमेश्वर का जजमेंट, न्याय समस्त मानव जाति पर आने वाला है. ആ സമയത്ത് പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ കോപവും ന്യായവിധിയും ലോകം മുഴുവനുമായി അയക്കും. वो सब पहले अध्याय में बताया है. അതെല്ലാം ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. इस्राएल को भी परमेश्वर दंड देंगे बताया. ഇസ്രായേലിനെയും ദൈവം ശിക്ഷിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. मतलब परमेश्वर के विरोध में मनुष्य ने किए पाप के फलस्वरूप परमेश्वर का प्रकोप प्रज्वलित है और उस वजह से दंड देंगे. ദൈവത്തിനെതിരായി മനുഷ്യൻ ചെയ്തതായ പാപത്തിനുള്ളിൽ ദൈവത്തിന്റെ കോപം വളരെയധികമായി പ്രജ്വലിക്കുന്നു എന്ന് കാണുന്നു. लेकिन आखिरी में जब आते हैं, परमेश्वर बताते हैं परमेश्वर के चुने हुए लोगों का ज्यों के त्यों किए जाना. എന്നാൽ അവസാനം വരുമ്പോഴേക്കും കാണുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ മടക്കി വരുത്തുന്നതായി. उनको परमेश्वर हमेशा के लिए बचाते हैं. ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ എന്നേക്കുമായി ദൈവം സൂക്ഷിക്കുന്നു. The final restoration of the chosen ones, जो चुने हुए प्रभु के लोगों के अंतिम छुटकारे के बारे में हम तीसरा अध्याय में पढ़ते हैं. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ അവസാന രക്ഷയെ പറ്റിയാണ് നാം അവിടെ കാണുന്നത്. फाइनल रेस्टोरेशन, हमेशा के लिए प्रभु उनको छुड़ाते हैं. എന്നേക്കുമായി ദൈവം അവരെ വിടുവിക്കുന്നു. यानी इस्राएल का उद्धार. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ രക്ഷ. ये कब होने वाला है? ഇതെന്നാണ് സംഭവിക്കുന്നത്? During the millennial reign of the Messiah, यीशु मसीह की सहस्राब्द राज्य के समय होने वाली घटनाएं हैं. യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് നടക്കുന്നതാണിത്. वो है ये तीसरे अध्याय में बताया है. അതാണ് ഈ മൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. उसका
9वां पद, 3 का 9, 14, 18 ये सारे पदों में हम उस प्रकार की बातों को देखते हैं. 3:9, 14, 18 എന്നീ വാക്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. तो परमेश्वर इस्राएलियों को पूरे पूरे छुड़ा लेते हैं, ज्यों के त्यों करते हैं. ദൈവം ഇസ്രായേലിനെ മുഴുവനുമായി വിടുവിക്കും. अब आपसे एक प्रश्न है. ഇനി നിങ്ങളോടൊരു ചോദ്യം. ये तीसरा अध्याय हमने कभी मनन किए थे क्या? ഈ മൂന്നാമത്തെ അധ്യായം നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? किसी को याद है? मैंने पूछा तो शायद तुक्का मार सकते हैं, ऐसे नहीं. किसी को याद है कुछ इसमें से हमने कभी कुछ मनन किए थे? ഇതിൽ നിന്ന് എന്തെങ്കിലും ചിന്തിച്ചിരുന്നുവെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? वेरी गुड. आज भी मैं वही बात बताना जा रहा हूं. ഇന്നും അതേ വാക്യം തന്നെ പറയുവാൻ പോകുന്നു. 17ാമത്തെ വാക്യം. इसीलिए मैंने पूछा कि आपको ऐसा ना लगे कि इसको याद नहीं है, दोहरा रहे. याद है, लेकिन फिर से आज उन वचनों से परमेश्वर ने मुझसे बातें किया तो मैं आपसे बांट रहा हूं. വീണ്ടും അതേ വചനത്തിലൂടെയാണ് ദൈവം എന്നോട് സംസാരിച്ചത്. അതുകൊണ്ട് ഇന്ന് അത് നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നു. तो उसके एक पृष्ठभूमि है, ये बताया कि परमेश्वर का प्रकोप अपने लोगों के लिए खत्म हुआ है. ദൈവത്തിന്റെ കോപം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനു വേണ്ടി സമാപിച്ചു എന്നുള്ളതാണ് നാം പറഞ്ഞത്. और परमेश्वर उन्हें उद्धार दे रहे हैं. ദൈവം അവരെ വിടുവിക്കുന്നു. परमेश्वर की छुटकारा प्रभु के लोगों के लिए अंतिम तौर पर प्रभु दे रहे हैं. ദൈവ ജനത്തിനു വേണ്ടിയുള്ള വിടുതൽ ദൈവം അവസാനമായി നൽകുന്നു. ये कब होगा? ഇത് എന്നാണ് സംഭവിക്കുന്നത്? यशायाह 9:7. യെശയ്യാവ് 9:7. तो इस 9वां अध्याय, यशायाह का 11वां अध्याय, यशायाह का 32वां अध्याय, इन सारे भागों में यीशु मसीह का 1000 साल के राज्य के बारे में बताया है. യെശയ്യാവ് 9, 11, 32 എന്നീ അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് കാണാം. ये 7वां पद में हम पढ़े तो वहां लिखा है कि उसका राज्य कब के कितने दिन के लिए होगा? कितने दिन के लिए होगा रोहन? സർവദാ रहेगा. ഈ 7ാം വാക്യത്തിൽ നാം വായിച്ചു, അവന്റെ രാജ്യം എന്നേക്കുമായി, അതിന് അവസാനമില്ല. लेकिन उसका शुरुआत 1000 साल के राज्य से होगा. എന്നാൽ അതിന്റെ ആരംഭം 1000 ആണ്ട് വാഴ്ചയോടുകൂടിയാണ്. वो 1000 साल का राज्य इसी धरती पर होगी. ആ 1000 ആണ്ട് വാഴ്ച ഇതേ ഭൂമിയിലായിരിക്കും. अभी जो यरूशलेम है, अभी जहां लड़ाई कल से चालू है, उसी यरूशलेम यीशु मसीह का 1000 साल राज्य का राजधानी रहेगा. ഇപ്പോൾ യുദ്ധം ആരംഭിച്ചിരിക്കുന്ന അതേ യെരൂശലേം യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയുടെ തലസ്ഥാനമായിരിക്കും. जिस यरूशलेम के लिए फलस्तीनी भी इस्राएली भी हक जता रहे हैं, अभी उसी यरूशलेम में यीशु मसीह अपना राजगद्दी रखेंगे. പലസ്തീനികളും ഇസ്രയേലികളും ഏത് യെരൂശലേമിന് വേണ്ടിയാണോ യുദ്ധം ചെയ്യുന്നത്, അതേ യെരൂശലേമിലേക്കാണ് യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയും. ब्रिटिश लोग, जो अंग्रेज लोग इस्राएल देश को वापस कर दिया तो इस्राएलियों को यरूशलेम नहीं दिया था. ഇംഗ്ലീഷുകാർ, വിദേശികൾ യെരൂശലേമിനെ തിരിച്ചു കൊടുത്തപ്പോൾ ഒരിക്കലും യെരൂശലേമിനെ അവർക്ക് കൊടുത്തില്ല. 1948 में था, उनको अंग्रेजों ने उनका देश वापस कर दिया. 1948 അവർക്ക് അവരുടെ രാജ്യം സ്വാതന്ത്ര്യമായി കിട്ടിയത്. हमको 47 में, उनको 48 में. നമുക്ക് 1947 അവർക്ക് 48. मई 14 तारीख. മെയ് 14. लेकिन उस समय में यरूशलेम जो इस्राएलियों का धड़कन है,
उन्हें नहीं मिला था। എന്നാൽ ആ സമയത്ത് ഇസ്രായേലിന്റെ ഹൃദയമായിരുന്ന യെരൂശലേം അവർക്ക് കിട്ടിയില്ല. लेकिन उसके बाद में हुआ एक 6 दिन की लड़ाई, आप सुने होंगे, मशहूर है। उसमें यरूशलेम को उन्होंने कब्जा किया है। उसी को वापस मांगते हुए अभी लड़ाई है। इस्राएल बोलते हैं हमने जो लड़ाई में जीता है वो चीज किसी हाल में नहीं वापस करेंगे। അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു യുദ്ധത്തിലാണ് അവരുടെ ഹൃദയഭാഗമായ യെരൂശലേമിനെ തിരിച്ചു വാങ്ങിച്ചത്. അത് വാങ്ങിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ വീണ്ടും യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. जो भी हो, उसी यरूशलेम में हमारे यीशु मसीह का राजधानी होगी। എന്തു തന്നെ ആയാലും അതേ യെരൂശലേമിൽ നമ്മുടെ യേശു ക്രിസ്തു 1000 ആണ്ട് വാഴ്ചയായി ആരംഭിക്കും. उस समय जैसे अदन था वैसा हालात में पृथ्वी बदलेगी ഏദൻ തോട്ടം പോലെ ആ സമയത്ത് ഭൂമി മാറും. और वो सारी बातें, बहुत से चीजें हैं, लेकिन इतना फिलहाल हम जाने कि इसी धरती पर प्रभु यीशु मसीह अपना 1000 साल का राज करेंगे। അനേക കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇത്ര മാത്രം അറിയാം, ഇപ്പോൾ ഇതേ ഭൂമിയിൽ തന്നെ യേശു ക്രിസ്തു തന്റെ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കും. तो प्रभु यीशु मसीह जब यहाँ 1000 साल का राज्य करेंगे तो 2 प्रकार के लोग पृथ्वी पर प्रजा बनकर, नागरिक बनकर के होंगे। യേശു ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് 2 തരത്തിലുള്ള ആൾക്കാർ പ്രജകളായി ഈ ഭൂമിയിൽ ഉണ്ടാകും. मतलब शरीरधारी बनकर के होंगे। അതിന്റെ അർത്ഥം ഇതേ ശരീരത്തിൽ. हम जानते हैं पहला है इस्राएली लोग। നമുക്കറിയാം ആദ്യത്തേത് ഇസ്രായേൽ ജനം. उस समय जो जीवित रहेंगे इस्राएली, वे उस राज्य के लोग होंगे। അന്ന് ജീവനോടെ ഇരിക്കുന്ന ഇസ്രായേലി ജനം ആ രാജ്യത്തിന്റെ ആൾക്കാരായിരിക്കും. दूसरा, मत्ती 25 अध्याय में हम जो पढ़ते हैं उसकी 31 से लेकर यीशु मसीह अपना महिमा का सिंहासन को रखेंगे। उस महिमा की सिंहासन का एक न्याय होगा। മത്തായി 25 അധ്യായത്തിൽ നാം വായിക്കുന്നു, യേശു ക്രിസ്തു തന്റെ സിംഹാസനം, മഹിമയുടെ സിംഹാസനം വെക്കും, തേജസ്സിന്റെ സിംഹാസനം വെക്കും. ആ തേജസ്സിന്റെ സിംഹാസനത്തിൽ, उस महिमा के सिंहासन पर मसीह रहते हुए न्याय करेंगे अन्य जातियों का। ആ മഹിമയുടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അന്യജാതികളെ ന്യായം വിധിക്കും. मीन्स गैर यहूदियों का न्याय होगा। യഹൂദരല്ലാത്തവരുടെ ന്യായവിധി. उनमें हम वहां लिखा है दाएं और बाएं करके उनको बांटेंगे। അവിടെ എഴുതിയിരിക്കുന്നത് ഇടത്തും വലത്തുമായി 2 പേരെ തിരിക്കും. उसमें दाएं वालों को प्रभु बोलेंगे मेरे पिता से आशीषित लोगों, सनातन से तुम्हारे लिए तैयार किया गया राज्य में प्रवेश करो। വലത്തുള്ളവരോട് എന്റെ പിതാവിനാൽ അനുഗ്രഹം പ്രാപിച്ചവരെ, നാളുകളായി ലോകസ്ഥാപനത്തിനു മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ പിതാവിന്റെ ഭവനത്തിലേക്ക് വരിക. परमेश्वर के राज्य में प्रवेश करो। ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുക. तो उस महिमा की सिंहासन की न्याय के समय दाएं वाले होंगे, वे लोग भी 1000 साल के राज्य में शामिल होंगे। ആ സമയത്ത് ആ ന്യായവിധിയുടെ സമയത്ത് വലത്തുള്ളവരും ഒരു കൂട്ടം ജനം ആയിരിക്കും ആ 1000 ആണ്ട് വാഴ്ചയിൽ. समझ में आ रहा ना? 1000 साल का राज्य यीशु मसीह यही करेंगे। 1000 ആണ്ട് വാഴ്ച യേശു ക്രിസ്തു ഇവിടെ തന്നെ ചെയ്യും. यरूशलेम राजधानी होगा। യെരൂശലേം അതിന്റെ തലസ്ഥാനം. उस समय शरीर में रहने वाले 2 झुंड होंगे। ആ സമയത്ത് ജീവനോടെ ഇരിക്കുന്ന 2 കൂട്ടം ആൾക്കാർ. पहला यहूदी लोग, इस्राएली लोग। ആദ്യത്തേത് ഇസ്രായേലികൾ, दूसरा अन्य जाति के लोग। രണ്ടാമത്തേത് അന്യജാതിക്കാർ. कौन है अन्य जाति के लोग? ആരാണ് അന്യജാതിക്കാർ? या जो महिमा की सिंहासन की न्याय के समय दाएं तरफ वाले। മഹത്വത്തിന്റെ സിംഹാസനത്തിന്റെ ന്യായവിധിയുടെ സമയത്ത് വലത്തുള്ള ആ ജനമാണ് യഹൂദരല്ലാത്ത അന്യജാതികൾ. तो ये दोनों ग्रुप होंगे, दोनों झुंड होंगे मसीह के सहस्राब्द राज्य में। യേശു ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ ഈ 2 കൂട്ടരും കാണും. हम लोग कहाँ होंगे? നാം എവിടെയായിരിക്കും?
प्रकाशित वाक्य 20:4 को पढ़िए। വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം. तो जो जीवित होंगे, पुनरुत्थित होंगे, रूपांतरित होंगे, वे मसीह के साथ 1000 साल का राज करेंगे। പുനരുത്ഥാനം പ്രാപിച്ചവർ യേശുവിനോട് ഒരുമിച്ച് 1000 ആണ്ട് വാഴ്ച നടത്തും. तो कलीसिया मसीह के साथ राज करेंगे। സഭ യേശുക്രിസ്തുവിനോടൊപ്പം രാജ്യം ഭരിക്കും. हम प्रजा नहीं होंगे, we will not be citizens or subjects of that kingdom, परंतु हम राज करने वाले होंगे। നാം ഒരിക്കലും പ്രജകളായിരിക്കില്ല, യേശുവിനോടൊപ്പം രാജ്യം ഭരിക്കുന്നവരായിരിക്കും. Praise God. तब तक तो हमारे प्रतिफल का विभाजन हो चुका होगा। ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ പ്രതിഫല വിഭജനമെല്ലാം കഴിയും. पवित्र लोगों का न्याय हो चुके होंगे। ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ദൈവത്തിന്റെ ജനത്തിന്റെ പ്രതിഫലം വിഭജിച്ച് ന്യായവിധി കഴിഞ്ഞിരിക്കും. इसीलिए कुछ लोगों को एक शहर के ऊपर, कुछ लोगों को एक स्टेट राज्य के ऊपर, किसी को शायद 2-3 राज्यों के ऊपर इस तरह अलग अलग जिम्मेदारी प्रतिफल के तौर पर भी दिया जाएगा। പ്രതിഫല വിഭജനത്തിന് ശേഷം ചിലർക്ക് ഒരു പട്ടണം, ചിലർക്ക് ഒരു സംസ്ഥാനം, ചിലർക്ക് കുറച്ച് സംസ്ഥാനങ്ങൾ ഒരുമിച്ച് അവരുടെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് അവർക്ക് നൽകും. लेकिन उस समय में हमें बीकन रखा हुआ कोई गाड़ी वाड़ी नहीं होगा। ആ സമയത്ത് ലൈറ്റ് വെച്ചിരിക്കുന്ന വണ്ടികളൊന്നും കാണില്ല. झंडा लगाए हुए, स्टार लगाए हुए कोई गाड़ी हमारे पास नहीं होगी। പതാക ഉയർത്തിയിരിക്കുന്നതും നക്ഷത്രം വെച്ചിരിക്കുന്നതുമായ വാഹനങ്ങളൊന്നും അന്ന് കാണില്ല. क्यों? എന്തുകൊണ്ടാണ്? हमको कोई गाड़ी की जरूरत तब नहीं रहेगा, അന്ന് നമുക്ക് വാഹനത്തിന്റെ ആവശ്യമില്ല. क्योंकि हम पुनरुत्थित या रूपांतरित शरीर में होंगे। നാം പുനരുത്ഥാന ശരീരത്തിലായിരിക്കാൽ ആ സമയത്ത് വാഹനങ്ങളുടെ ആവശ്യമില്ല. हमें कहीं पहुंचना है, बस इतने में पहुंच सकते हैं। നമുക്ക് എവിടെയെങ്കിലും എത്തണമെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തുവാൻ സാധിക്കും. दरवाजा बंद हो तो भी हम अंदर जा सकेंगे। കഥ അടച്ചിരുന്നാലും നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. हमें कोई साधन की आवश्यकता नहीं है। നമുക്ക് യാത്ര ചെയ്യുവാൻ എന്തിന്റെങ്കിലും ആവശ്യമില്ല. स्वर्ग में जाना तो परमेश्वर के पास इतने में जाकर उतने में वापस भी आ सकेंगे। സ്വർഗത്തിൽ പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി നമുക്ക് തിരിച്ചു വരാം. हमें उस समय रहने के लिए कुछ जगह की भी जरूरत नहीं है। നമുക്ക് താമസിക്കുവാൻ ഒരു സ്ഥലത്തിന്റെ ആവശ്യമില്ല. इसीलिए पृथ्वी पर हमें और कुछ नहीं करना, प्रभु हमें देने वाली जिम्मेदारी शासन के तौर पर जो निभाना होगा बस। ഈ ഭൂമിയിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ദൈവം നമുക്ക് തരുന്നതായ ഉത്തരവാദിത്വം അത് നാം ചെയ്യണം. वो प्रतिफल बांटने के समय पता चलेगा क्या क्या हमें मिलेगा। പ്രതിഫല വിഭജന സമയത്ത് എന്തൊക്കെ നമുക്ക് ലഭിക്കും എന്ന് അന്ന് കാണാം. कुछ अगर पाना है तो यहाँ कुछ खोते रहें और करते रहें। അവിടെ എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് പലതും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. Because salvation is a free gift, but rewards only wages. क्योंकि उद्धार जो है मुफ्त दान है, उसके लिए हमें कोई भी लागत नहीं है, लेकिन प्रतिफल मजदूरी के तौर पर है। मजदूरी पाना है तो काम करना होगा। രക്ഷ എന്നത് നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്, എന്നാൽ പ്രതിഫലം എന്നത് നമുക്ക് ജോലി ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. കൂലിയാണത്. वो वेजेस, वो मजदूरी होने की वजह से मेहनत करना होगा। അത് കൂലി ആയതുകൊണ്ട് നമുക്ക് അധ്വാനിച്ചേ മതിയാകൂ. प्रभु के लिए कार्य करें.
ദൈവത്തിനു വേണ്ടി നമുക്ക് വേല ചെയ്യാം. और दूसरा, हम प्रभु के लिए जो खोएंगे वो वहां जमा होगा. ദൈവത്തിനു വേണ്ടി നാം എന്തെല്ലാം ഉപേക്ഷിക്കുന്നുവോ അതെല്ലാം അവിടെ നമുക്ക് വേണ്ടി ഒരു സമ്പത്തായിരിക്കും. चाहे हमारे जीवन भी हम खोएं, वो भी हम अनंत जीवन के तौर पर पाएंगे. നമ്മുടെ ജീവനെ നഷ്ടമാക്കിയാലും അവിടെ നമുക്ക് അനന്ത ജീവനായി നിത്യജീവനായി നമുക്ക് അവിടെ ലഭിക്കും. इसीलिए उस समय प्रतिफल पाने के हेतु हम यहाँ अपने जीवन को तैयार करें. അതുകൊണ്ട് അന്ന് പ്രതിഫലം പ്രാപിക്കേണ്ടതിനായി നമ്മുടെ ജീവിതത്തെ ഈ ഭൂമിയിൽ ജീവിക്കാം. तो उस समय की एक बात है, परमेश्वर ने इस्राएलियों के संबंध में सपन्या 3:17 में जो बताया है. ആ സമയത്തുണ്ടാകുന്ന ഒരു കാര്യമാണ് സെഫന്യാ പ്രവാചകനിലൂടെ സെഫന്യാ 3:17 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 5 बातें वहां पर परमेश्वर ने कहा है. 5 കാര്യങ്ങൾ ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നു. शायद आपको याद होंगे पुराना वाला. നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മ കാണുമായിരിക്കും. क्या क्या है 5 बातें? उसको पढ़िए. पहला, परमेश्वर यहोवा तेरा बीच में है, मतलब परमेश्वर हमारे साथ रहेंगे. ദൈവമായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. दूसरा, वह पराक्रमी मतलब सर्वशक्तिमान होकर हमारे उद्धार करेगा. യഹോവ രക്ഷിക്കുന്ന വീരനാകും. तीसरा, हमारे कारण परमेश्वर आनंद से मगन होगा. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. चौथी बात, हमारे परमेश्वर हमारे प्रति प्रेम की मारे चुप रहेगा. നാലാമത്തെ കാര്യം, നമ്മളോടുള്ള സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കും. और परमेश्वर ऊंचे स्वर से क्या करेंगे? हमारे कारण मगन होंगे. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. तो इस प्रकार 5 बातें वहां पर बताया है. ഇങ്ങനെ 5 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. उनमें से तीसरा और 5वां हम एक साथ करेंगे. അതിലെ മൂന്നാമത്തെയും അഞ്ചാമത്തെയും നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. वो दोनों एक साथ करेंगे, इसलिए 4 बात होगी. ആ മൂന്നാമത്തെയും അഞ്ചാമത്തെയും കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർക്കാം. അതുകൊണ്ട് 4. या तो वहां पर क्या है तीसरी बात, क्या है 5वीं बात? इंग्लिश में भी जरा पढ़िए. He will rejoice over you with gladness. He will delight in you with singing. वहां पर जो इब्रानी शब्द दिया है रिजॉइस के लिए, मगन होने के लिए दिया, एक इब्रानी शब्द है. उसका मतलब मैंने आज देखा. അവിടെ സന്തോഷിക്കുക എന്നുള്ളതിന്റെ എബ്രായ പദം ഞാൻ ഇന്ന് ചിന്തിക്കുകയുണ്ടായി. डांस, नाचना. ഡാൻസ് ചെയ്യുക, നൃത്തം ചെയ്യുക. स्किप तो मालूम है ना? स्किपिंग करते हो ना? करते हैं क्या? कैसे? स्टडी रहते हुए फिर जंपिंग होता है, उछलता है. स्किपिंग. അടുത്ത അർത്ഥം സ്കിപ്പിംഗ്. लीप, spin around in joy under violent emotion. This is the meaning of rejoicing. क्या है? Dance, skip, leap, spin and spin around in joy. That means in under violent emotion. तो उसका मतलब परमेश्वर क्या करेंगे लिखा है? परमेश्वर बहुत ज्यादा आनंदित इतने होंगे, वो हमारे प्रति
नाचना, कूदना, गाना ये सब शुरू कर देंगे. ദൈവം അവിടെ എന്ത് ചെയ്യുമെന്നാണ് കാണുന്നത്? നമ്മളെ കുറിച്ച് ദൈവം സന്തോഷിക്കും. ആ സന്തോഷാധിക്യത്താൽ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ആനന്ദിക്കും. शायद परमेश्वर के बारे में हमने जो सोच रखा है उन उन बातों के साथ ये शायद मेल नहीं खाता होगा ना. നാം ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നതും ഇതുമായിട്ട് ഒരിക്കലും നമുക്ക് യോജിച്ച് ചിന്തിക്കുവാൻ പറ്റുകയില്ല. सही है. एक दृष्टांत मैं आपको देता हूं. ഒരു ഉദാഹരണം തരാം. पहले भी मैं बता चुका हूं. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. एक्सोडस പുറപ്പാട് പുസ്തകം 34 verse 5. 34:5. Yeah. മുപ്പത്തിനാലിന്റെ 5. 34 5. verse 5. Yes. See, what did God do? എന്താണ് ദൈവം അവിടെ ചെയ്തത്? യഹോവ മേഘത്തിൽ ഇറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്നു യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. God descended on Parmeshwar Horeb की पहाड़ पर उतरा. യഹോവയായ ദൈവം ഹോരേബ് പർവ്വതത്തിൽ ഇറങ്ങി. वहां कौन था भी? അവിടെ ആരായിരുന്നു? मूसा. മോശ. मूसा उस पहाड़ पर था. മോശ ആ പർവ്വതത്തിൽ ഉണ്ടായിരുന്നു. परमेश्वर ने बोला था आ जाना वहां. യഹോവയായ ദൈവം മോശയോട് അവിടെ വരാൻ പറഞ്ഞിരുന്നു. मूसा चला गया. മോശ അവിടെ എത്തി. वहां परमेश्वर आया. അവിടെ യഹോവയായ ദൈവം വന്നു. क्या किया परमेश्वर? എന്താണ് ദൈവം അവിടെ ചെയ്തത്? He proclaimed his own name. യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. 6वां पद में लिखा है, 6ാമത്തെ വാക്യത്തിൽ परमेश्वर वहां पर परमेश्वर के नाम की घोषणा करता हुआ मूसा के सामने चला फिरा. മോശയുടെ മുമ്പാകെ യഹോവയായ ദൈവം മുമ്പാകെ നടന്ന് ഘോഷിച്ചു കൊണ്ടുപോകുന്നു. मैं ये भाग पढ़ता हूं और याद करता हूं तो मेरी भावना में ये आता है, मेरे विचार में ये आता है कि परमेश्वर, जैसे कुछ बच्चे लोग हैं ना, जब खुश होते हैं तो क्या करते हैं? उछल उछलते हुए चलते हैं. वैसे परमेश्वर मूसा के सामने क्या कर रहा था? उछलता उछलता हुआ अपने ही नाम की घोषणा कर रहा था. ഇവിടെ നാം കാണുന്ന ചില കുഞ്ഞുങ്ങൾ എന്തെങ്കിലും സന്തോഷിക്കുന്ന കാര്യം ഉണ്ടാകുമ്പോൾ അവരിങ്ങനെ നൃത്തം ചെയ്ത് തുള്ളിച്ചാടിക്കൊണ്ട് വരുന്നത് പോലെ യഹോവയായ ദൈവം മോശയുടെ മുമ്പിൽ തന്നെ തന്റെ നാമത്തെ കുറിച്ച് തന്നെ ഘോഷിച്ചു കൊണ്ടുവരുന്നു. होता है ना ऐसे? हम लोग शायद कभी कभी हम बड़े लोग भी तो करते हैं. നാം മുതിർന്നവർ പോലും ചിലപ്പോൾ ചെയ്യാറുണ്ട്. उछलते हैं, തുള്ളിച്ചാടാറുണ്ട്, कूदते हैं, ചാടാറുണ്ട് നാം. तो यहां मूसा के सामने परमेश्वर उसी प्रकार अपने नाम की घोषणा करता हुआ चला फिरा. ഇവിടെ മോശയുടെ മുമ്പാകെ യഹോവയായ ദൈവം തന്റെ നാമത്തെ കുറിച്ച് തന്നെ ഘോഷിച്ചുകൊണ്ട് നടക്കുന്നു. बड़े शीघ्र शीघ्र में परमेश्वर खुशी से उछलता हुआ चल रहा था. സന്തോഷത്താ തുള്ളിച്ചാടി വളരെ വേഗത്തിൽ മോശയുടെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു. और एक बार प्रभु यीशु मसीह के बारे में भी लिखा है. അവിടെ യേശുക്രിസ്തുവിനെ പറ്റി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കുന്നു. क्या है? वहां पर नहीं है, बाइबल में नया नियम में यीशु मसीह के बारे में लिखा है. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് प्रभु यीशु मसीह आंसू बहाने के बारे में तो लिखा है. യേശുക്രിസ്തു കണ്ണുനീരൊഴുക്കിയതായിട്ട് കാണാം. हंसने के बारे में कुछ लिखा है क्या? ചിരിച്ചതിനെ പറ്റി എഴുതിയിട്ടുണ്ടോ? नहीं लिखा. എഴുതിയിട്ടില്ല. परमेश्वर हंसा करके पुराने नियम में है, ए लाफिंग गॉड. लेकिन यीशु मसीह के बारे में लिखा है वह आनंदित हुआ.
എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അവൻ ആനന്ദത്താൽ നിറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. आनंदित हुआ तो यीशु मसीह क्या किया? ആനന്ദത്താൽ നിറഞ്ഞപ്പോൾ യേശുക്രിസ്തു എന്താണ് ചെയ്തത്? लूका 10:21, लूका 10:21. ലൂക്കോസ് 10:21. That time he rejoiced in the Holy Spirit and said, I praise you, Father, Lord of heaven and earth, because you have hidden these things from the wise and intelligent. Okay, enough. He rejoiced in the Spirit. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു. किसके सामने था ये? ആരുടെ മുമ്പാകെയായിരുന്നു? चेलों के सामने था, ശിഷ്യന്മാരുടെ മുമ്പിൽ, परमेश्वर की उपस्थिति में था, ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ, लेकिन चेलों की संगति में. ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ. किस लिए? എന്തുകൊണ്ട്? चेलों के लिए परमेश्वर ने जो किया है उससे वो आनंदित हो गया. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ കാര്യങ്ങളെ കുറിച്ച് ഓർത്താണ് അവിടെ ആനന്ദിച്ചത്. आप मेरे साथ हैं? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ. हम परमेश्वर में आनंदित होते हैं. നാം ദൈവത്തിൽ ആനന്ദിക്കും. We take delight in God. നാം ദൈവത്തിൽ സന്തോഷിക്കും. We take delight in the word of God. परमेश्वर की वचन में भी हम आनंदित होते हैं. ദൈവവചനത്തിലും നാം ആനന്ദിക്കും. ठीक है? परमेश्वर के कारण हम आनंदित होते हैं. ദൈവം परमेश्वर के कारण ദൈവത്തിൽ നാം സന്തോഷിക്കും. ദൈവത്തിൽ നാം സന്തോഷിക്കും. परमेश्वर के कारण हम आनंदित होते हैं. ദൈവത്തിൽ നാം സന്തോഷിക്കും. उसी का दूसरा तरफ, അതിന്റെ മറുവശം, God takes delight in his people. परमेश्वर अपने लोगों में आनंदित होते हैं. ദൈവം തന്റെ ജനത്തിൽ ആനന്ദിക്കും. परमेश्वर अपने लोगों के कारण आनंदित होते हैं. തന്റെ ജനത്തിന്റെ കാരണം ദൈവം ആനന്ദിക്കും. स्तोत्रम. जरा सोच लो, परमेश्वर हमारे खातिर आनंदित होना. നാം കാരണം ദൈവം ആനന്ദിക്കുന്നതിനെ പറ്റി ഒന്ന് ചിന്തിക്കൂ. हम माता पिता यहाँ बैठे हैं ना, हम अपने बच्चों के प्रति आनंदित होते हैं. നാം മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ കാരണം നാം ആനന്ദിക്കാറുണ്ടോ? बिल्कुल. തീർച്ചയായും. हमारे छोटे बच्चे अगर आगे आकर के एक वचन बोला तो हम क्या करेंगे? हाँ, कुछ बच्चे हैं, बच्चे वचन बोल के सीधे मम्मी के पास दौड़ कर जाते हैं. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുമ്പിൽ വന്നൊരു വാക്യം പറയുമ്പോൾ നാം വളരെ സന്തോഷിക്കുന്നു. ചില കുഞ്ഞുങ്ങൾ വാക്യം പറഞ്ഞിട്ട് ഉടനെ ഓടി മമ്മിയുടെ അടുത്ത് പോകും. अब देख लेना, हमारे बीच में भी छोटे छोटे बढ़ रहे हैं तो उनका देख लेना. നമ്മുടെ ഇടയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു. അവരെങ്ങനെയായിരിക്കും നമുക്ക് കാണാം. बोलने के बाद दो बड़े खुशी के साथ मम्मी भी दोनों बाहों को खोल कर उनको ले लेते हैं. വളരെ സന്തോഷത്തോടെ ഓടി മാതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു. മാതാവ് രണ്ട് കൈയും വിരിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നു. तो हमारे बच्चे कभी किसी ऊंचाई को पाते हैं तो माता पिता उनकी वजह से आनंदित होते हैं. बच्चों के साथ में हम खुशियां मनाते हैं और बच्चों के प्रति वी आर प्राउड ऑफ दम. बच्चों के प्रति हम बड़े घमंड करते हैं. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോഴും അവർ ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോഴും നാം അവരെ കുറിച്ച് ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. इसी तरह परमेश्वर यहाँ अपने लोगों के प्रति आनंदित होता है. അതുപോലെ തന്നെ ഇവിടെ ദൈവവും തന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുന്നു. आप मेरे साथ हैं? सब लोग हैं साथ में? तो यहाँ वर्ड विशेष 4 बात, 5 है, हमने उसको 4 कर दिया. 4 बातें लिखा है. ഇവിടെ 4 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. पहला, ഒന്നാമത്തേത്, परमेश्वर हमारे साथ है, बीच में है. ദൈവം നമ്മുടെ മധ്യേ. पहले भी मैं बता चुका हूं, हमारे जिंदगी का सबसे बड़ी विशेषता परमेश्वर हमारे साथ रहना होता है. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശേഷത എന്നത് ദൈവം നമ്മോട് കൂടെ നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളതാണ്.
प्रभु यीशु मसीह हमेशा के लिए शरीर में पृथ्वी पर न रहने का उद्देश्य भी यही था. യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ എന്നേക്കുമായി ഭൂമിയിൽ ഇരിക്കാഞ്ഞതിന്റെയും കാരണം അതാണ്. अगर यीशु मसीह शरीर में संसार में रहता तो इसी के अंदर शायद 12-13 चर्चा सभी जारी है. मान लीजिए हर जगह प्रभु की उपस्थिति है, तो अगर शरीर में होता तो यहाँ कहाँ जाता यीशु मसीह? ഈ യേശു ക്രിസ്തു ഈ സമയത്ത് ശരീരത്തിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനകത്ത് തന്നെ 12-14 ചർച്ചകളുണ്ട്. എവിടെയായിരിക്കും യേശു ക്രിസ്തു ആയിരിക്കുന്നത്? नहीं होता. പറ്റുകയില്ല. इसीलिए मसीह ने कहा मेरा जाना तुम्हारे लिए अच्छा है. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. अब प्रभु यीशु मसीह पुनरुत्थित शरीर में है. ഇപ്പോൾ യേശു ക്രിസ്തു പുനരുദ്ധരിച്ച ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലാണ്. इसीलिए वो हर जगह एक जैसा उपस्थित हो सकता है. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്റെ സാന്നിധ്യവുമുണ്ട്. इसीलिए उस प्रभु को यहाँ आने के लिए भारतीय सरकार की वीसा की जरूरत नहीं है. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് ഇവിടെ വരുവാനായിട്ട് ഭാരതത്തിന്റെ വിസയുടെ ആവശ്യമില്ല. जेल की अंदरी कोठरी में भी पहुंचना है तो जेलर का परमिशन, सरकार की अनुमति नहीं चाहिए. ജയിലിനകത്തേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ജയിലറിന്റെ അനുവാദമോ സർക്കാരിന്റെ അനുവാദമോ ആവശ്യമില്ല. ऑपरेशन थिएटर में, आईसीयू में, सीसीयू में कहीं पहुंचना है, विजिटिंग टाइम के और विजिटिंग पास की जरूरत मसीह को नहीं है. ഓപ്പറേഷൻ തിയേറ്ററിലാണേലും ICUയിലാണേലും കടന്നു ചെല്ലുവാൻ യേശു ക്രിസ്തുവിന് വിസിറ്റിംഗ് പാസിന്റെയോ ഒന്നും ആവശ്യമില്ല. हम चाहें किधर भी हो, हमारे प्रभु हमारे साथ पूरे उपस्थिति के साथ हाजिर हो सकता है. നാം എവിടെയായിരുന്നാലും തന്റെ സമ്പൂർണമായ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. इसीलिए हम अकेले नहीं हैं. നാം ഒരിക്കലും അതുകൊണ്ട് ഒറ്റയ്ക്കല്ല. हमारे प्रभु हमारे साथ है നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട് हर समय में. എല്ലാ സമയത്തും. हालेलुया. पिछले दिन अन्नू ने उनके एक पुराने मकान मालिक को प्रभु के बारे में बताई. കഴിഞ്ഞ ഒരു ദിവസം അനു അവരുടെ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടുടമസ്ഥനോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാനിടയായി. और पिछले हफ्ता हमें भी वहां पर वो लेकर गई. കഴിഞ്ഞ ആഴ്ച ഞങ്ങളെയും ആ കുടുംബത്തിലേക്ക് കൊണ്ടുപോയി. प्रभु के बारे में हमने उन्हें बताया. ദൈവത്തെ പറ്റി അവരോട് പറയുകയുണ്ടായി. सब कुछ के बाद में उन्होंने पूछी कि what time is the best time to pray to Jesus? यीशु से प्रार्थना करने का उत्तम समय कौन सा समय है? എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവസാനമായ ഒരു ചോദ്യം ചോദിച്ചു, യേശുവിനോട് പ്രാർത്ഥിക്കുവാനുള്ള ഏറ്റവും നല്ല സമയം ഏതാണ്? मैंने उनसे पूछा कि आपकी बेटा को आपके पास आने के लिए बेस्ट टाइम कौन सा है? ഞാൻ അവരോട് ചോദിച്ചത് ഇപ്രകാരമാണ്, നിങ്ങളുടെ മകന് നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാനുള്ള ഏറ്റവും നല്ല സമയം ഏതാണ്? ऐसे कोई समय नहीं, कभी भी आ सकते हैं. അങ്ങനെ ഒരു സമയമില്ല, ഏത് സമയം വേണമെങ്കിലും വരാം. ऐसा है तो आप जितनी अच्छी माँ है, बाप है, उससे भी हमारे परमेश्वर अच्छा पिता है, उसके पास हम हमेशा पहुंच सकते हैं. वो हमारे संग हमेशा रहता है. നിങ്ങൾ ഒരു നല്ല മാതാവായി നിന്റെ മകനെ ഏത് സമയവും നിങ്ങളുടെ അടുക്കിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ ഉപരിയായി ഏത് സമയത്തും നമുക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലാം. दूसरी बात രണ്ടാമത്തേത് क्या लिखा है? എന്താണ്? उद्धार करने में पराक्रमी. ही इज in English mighty to save you. യഹോവ രക്ഷിക്കുന്ന വീരൻ. यहोवा. യഹോവ. यश को मालूम है यहोवा नाम का मतलब? नहीं, अंशु को तो मालूम है ना. याहुवे, यहोवा. रोहन, John? I am. Yes. I am that I am. യഹോവ എന്നാൽ അർത്ഥം എന്താണ്? ഞാനാകുന്നവൻ ഞാനാകുന്നു. मैं हूं. ഞാനാകുന്നു. उसके लिए एक भक्त ने एक बार दिया एक व्याख्या, मुझे बहुत अच्छा लगा. അതിനുവേണ്ടി ഒരു ഭക്തൻ ഇപ്രകാരം വ്യാഖ്യാനിക്കുണ്ടായി, मैं हूं. ഞാനുണ്ട്, क्या? ഞാനാകുന്നു. क्या हूं मैं? എന്താണ് ഞാൻ? जो तुम्हें चाहिए मैं वो हूं.
നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതാണ് ഞാൻ. मैं तुम्हारे लिए साथी बनना है तो मैं हूं. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ട് ആകണമെങ്കിൽ അത് ഞാനാണ്. मैं तुम्हारे लिए बाप बनना है मैं हूं. നിങ്ങൾക്കൊരു പിതാവ് വേണോ അത് ഞാനാണ്. उद्धारकर्ता होना चाहिए मैं हूं. രക്ഷകനായിരിക്കണമോ അതും ഞാനാണ്. तुम बीमार है, तुम्हें चंगाई की जरूरत है, चंगा कर्ता की जरूरत है, आई एम. നിങ്ങൾ രോഗിയാണോ, നിങ്ങൾക്ക് സൗഖ്യം വേണോ, സൗഖ്യദായകനെ ആവശ്യമുണ്ടോ അതും ഞാനാണ്. आई एम दैट आई एम. ഞാനാകുന്നവൻ ഞാനാകുന്നു. मैं जो हूं सो हूं. ഞാനാകുന്നവൻ ഞാനാകുന്നു. हमें तरह तरह की आवश्यकता होंगे. നമുക്ക് വിവിധമായ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം. अलग अलग समय में हमें अलग अलग आवश्यकता होगी. പല സമയങ്ങളിലും പല ആവശ്യങ്ങൾ നമുക്കുണ്ടാകും. लेकिन हमारे परमेश्वर एकमात्र है, मगर हर समय और हर अवस्था में हमारे लिए जो बनना वो बनने में वो सक्षम है. നമ്മുടെ ദൈവം ഏകനാണെങ്കിലും ഏത് സമയത്തും എല്ലാ സമയത്തും നമുക്ക് എന്ത് വേണമോ അതായിരിക്കും നമ്മുടെ ദൈവം. हमारे बीच में टीचर लोग हैं, നമ്മുടെ ഇടയിൽ അധ്യാപകരുണ്ട്. लेकिन हर सब्जेक्ट आप पढ़ा पाओगे? എന്നാൽ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിപ്പിക്കുവാൻ കഴിയുമോ? नहीं. ഒരിക്കലും പറ്റില്ല. नर्सेस है हमारे बीच में, നേഴ്സസ് നമ്മുടെ ഇടയിലുണ്ട്. कुछ लोग ऑनलाइन में डॉक्टर्स हैं. ഓൺലൈനിൽ ചില ഡോക്ടേഴ്സ് ഉണ്ട്. नर्सेस भी जनरली है तो भी कहां पर आपने ड्यूटी किया उस हिसाब से ही आपको ड्यूटी देंगे. दूसरी जगह पे देंगे तो ट्रेनिंग देंगे आपको पहले. നേഴ്സസ് അവർ എവിടെയാണോ ജോലി ചെയ്ത് പരിശീലിച്ചത് അവിടെയാണ് അവർ ജോലി ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരിടത്ത് പോകണമെങ്കിൽ അവർക്ക് ട്രെയിനിങ് വീണ്ടും കൊടുക്കും. हम लोग बाइबल स्कूल में पढ़ाते समय कोई बाइबल स्कूल पूछते हैं आप कौन सा विषय पढ़ा सकते हो. ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ചില ബൈബിൾ കോളേജുകൾ ഇപ്രകാരം ചോദിക്കാറുണ്ട്, ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? अगर हम बोले जो भी दे दो सब पढ़ाएंगे, नहीं हो सकता. सब कुछ पढ़ाना हर किसी से नहीं होगा. എന്ത് തന്നോളൂ, എന്ത് വേണമെങ്കിലും തന്നോളൂ, ഞാൻ പഠിപ്പിക്കാം എന്ന് പറയുവാൻ ഒരിക്കലും പറ്റുകയില്ല. तो टीचर्स, नर्सेस, डॉक्टर्स या और कुछ काम करने वाले सबका स्पेशलाइजेशन का कुछ कुछ एरिया है. അധ്യാപകരാകട്ടെ, നഴ്സസ് ആകട്ടെ, ഡോക്ടേഴ്സ് ആകട്ടെ, എല്ലാവരും പ്രത്യേകം ശീലിച്ചിരിക്കുന്ന ചില ജോലികളുണ്ട്. लेकिन हमारे प्रभु, എന്നാൽ നമ്മുടെ ദൈവമോ, हालेलुया, हम जिस जरूरत में हो उस जरूरत को पूरा करने के लिए वो सामर्थी है. നാം എന്ത് ആവശ്യത്തിലാണോ ആയിരിക്കുന്നത് ആ ആവശ്യത്തെ നിറവേറ്റുവാൻ നമ്മുടെ ദൈവം സമർത്ഥനാണ്. Mighty to save you and me in whichever condition we may be. हम किसी भी हालात में हो, हमको उद्धार करने में वो पराक्रमी है. നാം ഏത് അവസ്ഥയിലായിരുന്നാലും നമ്മെ രക്ഷിക്കുവാനായി വീരനായി നമ്മുടെ ദൈവമുണ്ട്. हालेलुया. तीसरी बात बताया है, മൂന്നാമത്തെ കാര്യം, उसके बारे में हमने बोला, he will shout for joy because of us. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. हमें आनंदित होने वाला एक परमेश्वर. നമ്മിൽ ആനന്ദിക്കുന്ന ഒരു ദൈവം. हालेलुया. ആമേൻ. जरा सोच लो, हमारे साथ गाने वाला एक परमेश्वर, നമ്മോടൊപ്പം പാടുന്ന ഒരു ദൈവം. उसका 14वीं वचन को पढ़िएगा. 14ാമത്തെ വാക്യം വായിക്കാം. सियोन यहां परमेश्वर के लिए गाना गा रहे हैं. സിയോൻ ഇവിടെ ദൈവത്തിനു വേണ്ടി പാടുന്നു. लेकिन 17वां पद में परमेश्वर सियोन के लिए गाना गा रहे हैं. എന്നാൽ 17ാം വാക്യത്തിൽ സിയോനിനു വേണ്ടി ദൈവം പാടുന്നു. हम प्रभु के लिए गाते हैं, നാം ദൈവത്തിനു വേണ്ടി പാടുന്നു, प्रभु हमारे लिए भी. ദൈവം നമുക്ക് വേണ്ടി. हालेलुया. प्रभु हमारे लिए मतलब आनंद से परमेश्वर वो शॉटिंग कर रहे हैं, नाच रहे हैं. ദൈവം നമുക്ക് വേണ്ടി എന്നതിന്റെ അർത്ഥം ആനന്ദത്താൽ നിറഞ്ഞു ഘോഷിക്കുന്നു. परमेश्वर का सबसे बड़ा आनंद क्या है? ദൈവത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം എന്താണ്? क्या बेटा? हाँ, वेरी गुड.
लूका 15 का 10 को पढ़िएगा। ലൂക്കോസ് 15-ന്റെ 10-ാം വാക്യം വായിക്കാം. मैं इससे कहता हूँ कि एक मन जाने वाले पापी के विषय में परमेश्वर के सामने आनंद होता है। हालेलुया। पाप में पड़ा हुआ, शैतान की मुंह में दांतों के बीच में फंसा हुआ एक पापी यीशु मसीह पर विश्वास करके मन फिराता है, तो उस मन फिराया हुआ पापी के प्रति स्वर्ग में बड़ा आनंद होता है। പിശാചിന്റെ പിടിക്കുള്ളിൽ കിടന്ന് ഞെരിഞ്ഞമരുന്ന ഒരു പാപി യേശുക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാക്കി യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. യേശുവിന് उद्धार पाए हुए प्यारों, पाप धोए गए प्यारों, हमारे प्रति हमारे परमेश्वर आनंदित और मगन होता है। രക്ഷിക്കപ്പെട്ട ദൈവജനമേ, പാപം കഴുകപ്പെട്ട ദൈവജനമേ, നാം നിമിത്തം ദൈവം സന്തോഷിക്കുന്നു. हालेलुया। हमारे प्रति परमेश्वर आनंदित है। हमारे प्रति परमेश्वर उछलता कूदता नाचता है। ये जरा सोच लो, हम भी कितने आनंदित होंगे उस वजह से। നാം കാരണം ദൈവം സന്തോഷിക്കുകയും ഘോഷിച്ച് ആനന്ദിക്കുകയും ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക. നാം എന്തുമാത്രം സന്തോഷിക്കണം. मैं इस प्रकार कहना चाहूंगा, परमेश्वर के सबसे बड़े 2 आनंद। ദൈവത്തിന്റെ 2 ആനന്ദങ്ങളെ പറ്റി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. पहला यह है, एक पापी मन फिराए तो। ഒന്നാമത്തേത് ഒരു പാപിയുടെ മാനസാന്തരം. दूसरा एक पवित्र जन की मृत्यु है। രണ്ടാമത്തേത് ഒരു വിശുദ്ധന്റെ മരണം. हालेलुया। एक पवित्र जन की मृत्यु। ഒരു വിശുദ്ധന്റെ മരണം. भजन संहिता 116 में लिखा है, भक्तों के मृत्यु परमेश्वर की नजर में अनमोल है। 116-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. हालेलुया। एक पापी मन फिराता है, तब की आनंद से भी बढ़कर एक भक्ति में ही रहकर मर जाता है, प्रभु के पास पहुंच जाता है, तो स्वर्ग में आनंद होता है। ഒരു പാപി മാനസാന്തരപ്പെട്ടു മടങ്ങി വരുന്നതിനേക്കാൾ അധികം ആനന്ദമാണ് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി ദൈവസന്നിധിയിൽ നിലനിന്ന് മരിച്ച ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ. पहला मसीही शहीद स्तिफानोस की मृत्यु के समय में यीशु मसीह महिमा के दाईं ओर खड़ा हुआ स्तिफानोस को स्वागत कर रहा है। ആദ്യത്തെ ക്രിസ്തീയ രക്തസാക്ഷിയായ സ്തേഫാനോസിന്റെ മരണസമയത്ത് മഹിമയുടെ വലത്തുഭാഗത്ത് യേശു ക്രിസ്തു എഴുന്നേറ്റ് നിന്ന് സ്തേഫാനോസിനെ സ്വീകരിക്കുന്നതായി. अगर ऐसा है तो जरा सोचिए, हम सारे की सारे उद्धार पाए हुए लोग यीशु मसीह के समान बनकर आनंद जीवन में परमेश्वर के साथ होंगे, तो हमारे त्रिएक परमेश्वर कितना ज्यादा आनंदित होंगे। അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിക്കുക, हालेलुया। നാം എല്ലാവരും കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്തുമാത്രം സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടിയായിരിക്കും ദൈവം നമ്മെ സ്വീകരിക്കുന്നത്. हालेलुया। वहां पर दोनों का आनंद होंगे। അവിടെ 2 കൂട്ടരുടെയും ആനന്ദം കാണുവാൻ കഴിയും. एक तो हमारा आनंद, ഒന്ന് നമ്മുടെ ആനന്ദം, क्योंकि हम अपने प्रभु से आमने सामने मिल रहे हैं, കാരണം നാം നമ്മുടെ ദൈവത്തെ മുഖത്തോട് മുഖം കാണുന്നു. और दूसरा परमेश्वर का आनंद। രണ്ടാമത്തേത് ദൈവത്തിന്റെ ആനന്ദം. एक नहीं, आधा नहीं, अनगिनत उनके बच्चे, बेटे बेटियां सब अब पापा के साथ मिलेंगे, तो क्या ही आनंद होगा प्यारों। ഒന്നോ രണ്ടോ അല്ല, എണ്ണിക്കൂടാത്ത വലിയൊരു കൂട്ടം ജനം പിതാവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോഴുള്ള ആനന്ദം ഒന്ന് ചിന്തിച്ചു നോക്കൂ. हमारे तो 1 और 2 बच्चे हॉस्टलों में हैं। നമ്മുടെ 1 or 2 കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിലാണ്. हॉस्टल से कभी वीकेंड में घर आते हैं, വീക്കെൻഡിൽ ആഴ്ചയുടെ അവസാനത്തിൽ ചിലപ്പോൾ ഭവനത്തിലേക്ക് വരും, शायद 1 हफ्ता के लिए, ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക്, या ज्यादा से ज्यादा 1 महीने की छुट्टी। കൂടിപ്പോയാൽ 1 മാസം. कितने खुश हैं हम लोग ना। നാം എന്തുമാത്രം സന്തോഷമുള്ളവരാണ്. बच्चे घर आते हैं तो पापा मम्मी की खुशी, കുഞ്ഞുങ്ങൾ ഭവനത്തിലേക്ക് വരുമ്പോൾ മാതാപിതാക്കളുടെ സന്തോഷം. अगर दोनों बच्चे एक साथ आए तो, 2 കുഞ്ഞുങ്ങളും ഒരുമിച്ച് വരികയാണെങ്കിൽ, इसीलिए मैंने कहा, स्वर्ग में हम जो परमेश्वर के संतान
एक और दो नहीं, अनगिनत हाबेल से लेकर सारे की सारे पवित्र लोग हजारों हजारों सालों के इंतजार के बाद प्रभु के पास जब पहुंचेंगे, क्या ही आनंद होगा हमारे परमेश्वर में हमारे प्रति। ഒന്നോ രണ്ടോ പേരല്ല, ഹാബേൽ മുതൽ തുടങ്ങിയ എണ്ണിക്കൂടാത്ത വലിയൊരു കൂട്ടം ജനം പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോഴുള്ള പിതാവിന്റെ സന്തോഷം നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. उसी आनंद से हम भी अभी आनंदित हो जाएं। അതേ ആനന്ദത്തെ ഓർത്തുകൊണ്ട് നമുക്കും ദൈവത്തിൽ ആനന്ദിക്കാം. हालेलुया। हमारे प्रभु क्रूस पर जीवन देकर हमें खरीदा, लहू के कीमत ने हम प्रभु के पास अनंतता में पहुंचे। हमारे लिए भी, परमेश्वर के लिए भी, हमारे आनंदों की वजह से स्वर्गदूतों के लिए भी बड़े आनंद है। ക്രൂശിൽ തന്റെ രക്തത്തെ നമുക്ക് വേണ്ടി വിലയായി തന്ന് നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത ദൈവത്തിന്റെ സന്തോഷം ദൈവദൂതന്മാരുടെ മുമ്പിലും വലിയതായിരിക്കുന്നു. Praise the Lord. प्रभु यीशु मसीह ने कहा, യേശുക്രിസ്തു പറഞ്ഞു, मैं उनका नाम നി- मेरे पिता और स्वर्गदूतों के सामने मान लूंगा, तब स्वर्ग में बड़े आनंद होगा। ഞാൻ അവരുടെ പേര് പിതാവിന്റെ മുമ്പിലും സ്വർഗീയ ദൂതന്മാരുടെ മുമ്പിലും പറയും, അപ്പോൾ ഏറ്റുപറയും, അപ്പോൾ അവിടെ വലിയ ആനന്ദമുണ്ടാകും. Hallelujah. तो God will take delight in us. परमेश्वर हम में आनंदित होता है। യഹോവയായ ദൈവം നമ്മിൽ ആനന്ദിക്കും. चौथी बात, നാലാമത്തേത്, चुप रहेगा, चुपका। प्रभु अपने प्रेम के मारे चुप रहेगा। ദൈവം തന്റെ സ്നേഹത്തിൽ മിണ്ടാതിരിക്കുന്നു. Because he loves us, he will not be speaking of our past failures. प्रभु हमसे प्रेम करने के कारण हमारे पूर्व पापों के बारे में बयान नहीं करेगा। നമ്മെ സ്നേഹിക്കുന്നത് കാരണം നമ്മുടെ പഴയ പാപങ്ങളെ പറ്റി ഒരിക്കലും ദൈവം പറയുകയില്ല. मैं जानता हूं कुछ लोगों को जो घर से चले गए थे, फिर ढूंढ करके कुछ सालों के बाद वापस आए। ഞാൻ വീട്ടിൽ നിന്നും ഓടിപ്പോയ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മടക്കി കൊണ്ടുവന്ന ചില പ്രിയപ്പെട്ടവരെ എനിക്കറിയാം. घर वाले ये नहीं बोलते, तू भाग गया था ना, वापस आया भी इतने सालों के बाद। नहीं बोलेंगे, क्योंकि प्रेम करता है उससे। വീട്ടുകാരവൻ മടങ്ങി വന്നപ്പോൾ ഒരിക്കലും അവനോട് ഒരിക്കലും പറയുകയില്ല, ഇത്രയും നാൾ നീ വെളിയിലായിരുന്നു, നീ വീട്ടിൽ നിന്ന് ഓടിപ്പോയതല്ലേ എന്ന്. എന്തുകൊണ്ടെന്നാൽ ആ കുഞ്ഞിനെ അവരെ സ്നേഹിക്കുന്നു. बूढ़ा पुत्र वापस आया तो बाप ने बोला क्या, तू कहां से आया है, अभी तक कितने दिन कहां था, इसकी जरूरत था, कुछ पूछा? മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ നീ ഇത്രയും നാൾ എവിടെയായിരുന്നു, നിനക്ക് മാതാപിതാക്കളെ വേണ്ടായിരുന്നു, എന്തെങ്കിലും ചോദിച്ചുവോ? कुछ भी नहीं। ഒന്നും ചോദിച്ചില്ല. बेटा भी जो बोल रहा था पूरा बोलने नहीं दिया। പുത്രൻ അവിടെ പറയുന്നത് പോലും പറഞ്ഞു തീർക്കുവാൻ പിതാവ് അനുവദിച്ചില്ല. साथ है आप? बेटा ये सोच करके आया था, मैं बोलूंगा बाप से कि आबा तेरा पुत्र कहलाने के लिए मैं योग्य नहीं हूं। ഞാൻ നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറയും എന്ന് ചിന്തിച്ചാണ് മകൻ വന്നത്. और तेरे दासों के समान मुझे मान लेना। നിന്റെ ദാസന്മാരിൽ ഒരുത്തനെ പോലെ എന്നെ കരുതുക. वो सब कुछ बोला बाप से उसने? അതെന്തെങ്കിലും പറഞ്ഞിരുന്നോ പിതാവിനോട്? सब बोला? क्या नहीं बोला? जोहन हाँ बोलो। लास्ट वाला नहीं बोला? वो नहीं बोला, पक्का ना? पक्का नहीं, ठीक है, फिर भी सही है, आपने सही बोला। मैं पाप किया है, ഞാൻ പാപം ചെയ്തു, इसलिए आपका पुत्र कहलाने की योग्य नहीं। നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയില്ല. उसके आगे बोलने नहीं दिया। അതിനു മുമ്പോട്ട് പറയുവാൻ അനുവദിച്ചില്ല. കാരണം प्रेम। സ്നേഹം. तो परमेश्वर भी हमसे प्रेम करने के कारण हमारे पुराने पाप और गिरावटों के बारे में
चुप रहता है। ദൈവം നമ്മെ സ്നേഹിക്കുന്നുകൊണ്ട് നാം ചെയ്തു പോയതായ പഴയ പാപങ്ങളെ ഒന്നും പറയുകയില്ല, ഏറ്റു പറയുകയില്ല. कभी कभी हम लोग पुराने पापों को याद करते हैं। നാം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ പഴയ പാപങ്ങളെ ഓർക്കാറുണ്ട്. वो शायद हम प्रभु से बोलेंगे, प्रभु मैंने ऐसे किया था, वैसे किया था। അത് ചിലപ്പോൾ നാം ദൈവത്തോട് പറയുമായിരിക്കാം. लेकिन तब भी प्रभु हमें चुप कराते, चुप, वो बात बोलना नहीं, वो तो मैं माफ कर चुका हूं और मैं समुद्र के गहराई में डाल चुका हूं, उन बातों को मैं कभी नहीं याद करूंगा। അപ്പോഴും ദൈവം നമ്മോട് പറയുന്നത്, ആ പാപങ്ങളെ ഞാൻ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഇട്ട് കളഞ്ഞു, ഇനി അതിനെപ്പറ്റി പറയരുത്. हालेलुया। तो वो हमारे प्रति प्रेम के कारण चुप रहता है। സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. He keeps quiet because of our love for us. നമ്മളോടുള്ള സ്നേഹം നിമിത്തം ദൈവം മിണ്ടാതിരിക്കുന്നു. प्यारों, हमारे प्रभु हमारे लिए क्या है, क्या करते हैं? केवल अनंतता में ही नहीं, अभी भी इसी प्रकार हमारे प्रभु है, उससे हम आनंदित हो जाएं। നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ആരാണ്, എന്ത് ചെയ്യുന്നു, അത് നിത്യതയിൽ മാത്രമല്ല ഈ ഭൂമിയിലും അതുപോലെയാണ്. ആ ദൈവത്തിൽ നാം ആനന്ദിക്കാം. ये चारों अनुभव अनंतता में तो होगा ही होगा, लेकिन इसी समय हम उन बातों को अनुभव कर सकते ഈ 4 അനുഭവങ്ങളും നിത്യതയിൽ ഉണ്ടായിരിക്കും. ഈ ഭൂമിയിൽ ഈ സമയത്ത് നമുക്കത് അനുഭവിക്കാം. उस परमेश्वर के आनंद में हम भी शामिल हो जाएं। परमेश्वर इन वचनों के द्वारा हमें आशीषित करे। ആ ദൈവത്തിന്റെ സന്തോഷത്തിൽ നമുക്കും സന്തോഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.